60,000-ൽ പരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കേരളം ഒട്ടാകെ തന്നെ ഞെട്ടിച്ച റോക്ക് സ്റ്റാർ മന്ത്രിയായ കെ ശൈലജ ടീച്ചറെ സ്വന്തം മണ്ണായ മട്ടന്നൂരിൽ നിന്നും വേരോടെ പിഴുതെറിഞ്ഞിരിക്കുന്നു. ഇത് വെറുമൊരു സീറ്റ് മാറ്റമാണോ, അതോ കൃത്യമായ ഇടവേളകളിൽ ശൈലജ ടീച്ചറെ ജനകീയ ബിംബത്തെ വെട്ടിനിരത്താൻ പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ നടത്തുന്ന കാഞ്ഞ ബുദ്ധിയാണോ? വടകരയിൽ തോറ്റ ടീച്ചറെ വീണ്ടും തോൽപ്പിക്കാൻ ബോധപൂർവം UDFന്റെ ഉരുക്കുകോട്ടയായ പേരാവൂരിലേക്ക് അയക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മട്ടന്നൂരിൽ ടീച്ചറെ മാറ്റാൻ പാർട്ടി പറയുന്ന ന്യായങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണ്? CPM-ലെ കരുത്തരായ P ജയരാജനെയും EP ജയരാജനെയും നിശബ്ദരാക്കിയ അതേ തന്ത്രം ഇപ്പോൾ ടീച്ചർക്ക് നേരെയും പ്രയോഗിക്കപ്പെടുകയാണോ? ഈ തെരഞ്ഞെടുപ്പോടെ ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ജീവിതത്തിന് പൂർണ്ണ വിരാമമിടാനായി പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് മട്ടന്നൂരിൽ ശരിക്കും സംഭവിച്ചത്? എന്തിനാണ് പേരാവൂർ എന്ന ചതിക്കുഴി ടീച്ചർക്കായി ഒരുക്കിയത്? ഇതിന്റെ പിന്നിലെ അണിയറ രഹസ്യങ്ങൾ വള്ളിപുള്ളി വിടാതെ നമുക്ക് പരിശോധിക്കാം. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇത് കേരളം ചർച്ച ചെയ്യേണ്ട വലിയൊരു രാഷ്ട്രീയ വഞ്ചനയുടെ കഥയാണ്. പലരും പറയാൻ മടിക്കും, നമുക്ക് പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ. നമുക്ക് 2021 ഒന്ന് തിരിഞ്ഞു നോക്കാം. കേരളം കോവിഡിന്റെ പിടിയിലായിരുന്ന കാലം. അന്ന് ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വകുപ്പ് നടത്തിയ പ്രവർത്തനം ലോക ശ്രദ്ധയാണ് നേടിയത്. മാധ്യമങ്ങൾ ടീച്ചറെ നിപ്പ റാണി എന്നും കൊറോണ കില്ലർ എന്നും വിളിച്ചു. മട്ടന്നൂരിൽ നിന്നും ടീച്ചർ നേടിയത് 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ഇത് കേരള നിയമസഭാ ചരിത്രത്തിലെ തന്നെ സർവകാല റെക്കോർഡാണ്. എന്നാൽ ഈ വിജയം പിണറായി വിജയൻ എന്ന ഏകഛത്രാധിപതിക്ക് നൽകിയത് വലിയൊരു സന്ദേശമാണ്. തനിക്ക് മുകളിലേക്ക് വളരുന്ന ഒരു ജനകീയ നേതാവ് പാർട്ടിയിലുണ്ട്. ആ ഭയത്തിന്റെ ആദ്യത്തെ ഇരയായിരുന്നു രണ്ടാം പിണറായി മന്ത്രിസഭ. എല്ലാവരെയും മാറ്റുന്നു എന്ന പേരിൽ ടീച്ചറെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. അന്ന് പാർട്ടി അണികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. സോഷ്യൽ മീഡിയയിൽ ടീച്ചറെ തിരിച്ചു കൊണ്ടുവരിക എന്ന ക്യാമ്പയിൻ നടന്നു. പക്ഷെ പിണറായി കുലുങ്ങിയില്ല. ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ടീച്ചറെ ആ സീറ്റിൽ നിന്ന് പോലും മാറ്റുകയാണ്. മട്ടന്നൂർ എന്ന് പറഞ്ഞാൽ CPM-ന്റെ കോട്ടയാണ്. അവിടെ ആര് നിന്നാലും ജയിക്കും. ആ സുരക്ഷിത സീറ്റിൽ നിന്നും ടീച്ചറെ മാറ്റി DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചത് വെറുതെയല്ല. ടീച്ചറുടെ ജനപ്രീതി പാർട്ടിക്ക് മുകളിൽ വളരാതിരിക്കാനുള്ള അവസാനത്തെ ആണിയാണ്. മട്ടന്നൂരിലെ ഈ സ്ഥാനാർത്ഥി മാറ്റം എന്തുകൊണ്ടാണ് ടീച്ചറെ പേരാവൂരിലേക്ക് വിടുന്നത്? CPM പറയുന്നത് പേരാവൂർ തിരിച്ചു പിടിക്കാൻ ടീച്ചറെ പോലെ ഒരു കരുത്തയായ നേതാവ് വേണമെന്നാണ്. കേൾക്കുമ്പോൾ നല്ല കാര്യമായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇതിന് പിന്നിലെ രാഷ്ട്രീയം പരിശോധിച്ചാൽ കളി മാറും. പേരാവൂർ എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് MLA സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ്. UDFന് ശക്തമായ സ്വാധീനമുള്ള മണ്ണ്. 2011 ഇതേ പേരാവൂരിൽ വെച്ചാണ് സണ്ണി ജോസഫ് ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയത്. അതായത് പണ്ട് തോറ്റ സ്ഥലത്തേക്ക് തോൽക്കാൻ സാധ്യതയുള്ള ഒരു പരീക്ഷണ വസ്തുവായി ടീച്ചറെ വിടുകയാണ് നേതൃത്വം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ K മുരളീധരനെതിരെയും പിന്നീട് ഷാഫി പറമ്പിലിനെതിരെയും മത്സരിച്ച ടീച്ചർ പരാജയപ്പെട്ടിരുന്നു. ആ പരാജയത്തിന്റെ ആഘാതം മാറും മുമ്പേ വീണ്ടും കടുപ്പമേറിയ മറ്റൊരു മണ്ഡലത്തിലേക്ക് ടീച്ചറെ തള്ളിവിടുന്നത് എന്തിനാണ്? പേരാവൂരിലും കൂടി പരാജയപ്പെട്ടാൽ ടീച്ചർക്ക് പിന്നീട് രാഷ്ട്രീയത്തിൽ ഒരിടവും ഉണ്ടാകില്ല. ടീച്ചറുടെ ജനപ്രീതി വെറും മാധ്യമ സൃഷ്ടിയാണ്, അവർക്ക് വോട്ട് പിടിക്കാൻ കഴിയില്ല എന്ന് സ്ഥാപിക്കാൻ പിണറായിക്ക് ലഭിക്കുന്ന സുവർണ അവസരമായിരിക്കും ഇത്. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ശൈലജ ടീച്ചർ തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്നെ എന്തിനാണ് സുരക്ഷിതമായ മട്ടന്നൂരിൽ നിന്നും മാറ്റുന്നത്? ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ MV ഗോവിന്ദനോ പിണറായിക്കോ കഴിഞ്ഞിട്ടില്ല. 5 തവണ മത്സരിച്ചു എന്നതാണ് പാർട്ടി പറയുന്ന ന്യായം. എങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര തവണ മത്സരിച്ചു? അദ്ദേഹം ഇത്തവണയും ധർമ്മടത്ത് മത്സരിക്കുന്നില്ലേ? മറ്റ് പല മുതിർന്ന നേതാക്കളും സിറ്റിംഗ് സീറ്റിൽ തുടരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് ടീച്ചർക്ക് മാത്രം ഈ നിയമം? ഇത് മനസ്സിലാക്കാനും മാത്രം ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. അതിനും മാത്രം മന്ദബുദ്ധികളല്ല ആരും. ഇവിടെയാണ് പിണറായി വിജയന്റെ വെട്ടിനിരത്തൽ തന്ത്രം വ്യക്തമാകുന്നത്. തനിക്ക് ശേഷം തന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പിണറായി നടത്തുന്ന നീക്കങ്ങൾക്കിടയിലെ വലിയ തടസ്സമാണ് ശൈലജ ടീച്ചർ. ജനങ്ങൾക്കിടയിൽ ടീച്ചർക്കുള്ള സ്വീകാര്യത റിയാസിന് ലഭിക്കില്ലെന്ന് പിണറായിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ടീച്ചറെ പാർലമെന്ററി രംഗത്തു നിന്നും പുകച്ച് പുറത്ത് ചാടിക്കുകയാണ് ലക്ഷ്യം. കണ്ണൂർ രാഷ്ട്രീയത്തിലെ മറ്റ് 2 കരുത്തർ കൂടി ഈ തിരക്കഥകളിൽ ഇരകളായിട്ടുണ്ട്. P ജയരാജൻ പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരമാണ്. അദ്ദേഹത്തെ സംഘടനാ രംഗത്തൊതുക്കി. ഇപ്പോൾ പാർലമെന്ററി രംഗത്തേക്കും പരിഗണിക്കുന്നില്ല. രാഷ്ട്രീയമായ വനവാസത്തിലേക്കാണ് PJ പോകുന്നത്. മറ്റൊരാൾ EP ജയരാജനാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നാണം കെടുത്തി പുറത്താക്കപ്പെട്ട EP ഇപ്പോൾ വെറും ഒരു നിരീക്ഷകനായി മാറി. അതായത് കണ്ണൂരിലെ പ്രബലരായ നേതാക്കളെ ഓരോരുത്തരെയായി പിണറായി വെട്ടിമാറ്റുന്നു. ഈ തരിശു ഭൂമിയിലേക്കാണ് PK ശ്യാമള, MV ഗോവിന്ദന്റെ ഭാര്യ, തളിപ്പറമ്പിൽ മത്സരിക്കാൻ വരുന്നത്. തന്റെ ഭാര്യയ്ക്ക് ജയിക്കാൻ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് വേണമെന്ന് MV ഗോവിന്ദൻ വാശി പിടിച്ചപ്പോൾ ടീച്ചറെ മട്ടന്നൂരിൽ നിന്നും ആട്ടി ഓടിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ജനപ്രീതിയുള്ളവരെ പുറത്തേക്കും നേതാക്കളുടെ ഭാര്യമാരെ അകത്തേക്കും ആനയിക്കുന്ന കുടുംബശ്രീ രാഷ്ട്രീയമായി
CPM മാറിയിരിക്കുന്നു. CPM നേതൃത്വം ഒരു കാര്യം മറക്കുന്നു, ഇത് 90കളല്ല, ജനങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്നും മാറ്റിയത് അണികൾക്കിടയിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ടീച്ചറെ തോൽപ്പിക്കാൻ പാർട്ടിക്കകത്തുള്ളവർ തന്നെ ശ്രമിക്കുന്നു എന്ന സംശയവും ശക്തമാണ്. പേരാവൂരിൽ ടീച്ചർ ജയിച്ചാൽ അത് അവരുടെ വ്യക്തിപരമായ വിജയമായിരിക്കും. പക്ഷെ തോറ്റാലോ പാർട്ടി നേതൃത്വം അത് ആഘോഷിക്കും. ടീച്ചർക്ക് ഇനി വിരമിക്കാനുള്ള സമയമായി എന്ന് അവർ വിധി എഴുതും. ഇത്രയും കാലം പാർട്ടിക്കായി ചോരയും നീരും നൽകിയ ഒരു നേതാവിനോട് കാണിക്കുന്ന ഈ നെറുകേടിനെ സാംസ്കാരിക കേരളം എങ്ങനെ നോക്കിക്കാണും? മുമ്പ് KR ഗൗരിയമ്മയോടും സുശീല ഗോപാലിനോടും CPM ചെയ്തത് തന്നെയാണോ ഇപ്പോൾ ശൈലജ ടീച്ചറോടും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ, അതെ, അത് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകാൻ സർവ്വ യോഗ്യതയുമുള്ള ഒരു നേതാവിനെ വെറും അസൂയയുടെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പിണറായി സഖാവിന്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധി തന്നെയാണോ അതോ പാർട്ടിയുടെ കുഴി തോണ്ടുന്ന ബുദ്ധിയാണോ? സംശയം എന്താ, കുഴി തോണ്ടുന്ന ബുദ്ധി തന്നെ. പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെ മത്സരിക്കുക എന്നത് ചില്ലറ കാര്യമല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ആ മണ്ഡലത്തിൽ വേരുകളുള്ള നേതാവാണ് സണ്ണി ജോസഫ്. കഴിഞ്ഞ തവണ ടീച്ചറുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ ഓളത്തിൽ പോലും പേരാവൂരിൽ ഇടതുമുന്നണിക്ക് അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമ്പോൾ നികുതി വർധനവും അഴിമതി ആരോപണങ്ങളും കൊള്ളയും എല്ലാം സർക്കാരിനെ വലയ്ക്കുമ്പോൾ ടീച്ചർ എന്ന വ്യക്തി പ്രഭാവത്തിന് മാത്രം എത്രത്തോളം വോട്ട് മറിക്കാൻ കഴിയും? മട്ടന്നൂരിലെ വോട്ടർമാർക്ക് പോലും ഈ മാറ്റം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ UDF രംഗത്തിറക്കുന്ന യുവ നേതാക്കൾ മട്ടന്നൂരിലെ വിള്ളൽ മുതലെടുക്കാനായി ശ്രമിക്കുമെന്നത് തീർച്ചയാണ്. തലശ്ശേരിയിൽ AN ഷംസീറിന് പകരം കാറായി രാജനെ കൊണ്ടുവരുന്നത് മറ്റൊരു റിസ്ക് ആണ്. അതായത് കണ്ണൂരിലെ സുരക്ഷിത മണ്ഡലങ്ങളിൽ പോലും പരീക്ഷണങ്ങൾ നടത്തി ടീച്ചറെയും മറ്റും ഒതുക്കാൻ നോക്കുന്നത് പാർട്ടിയുടെ തകർച്ചയ്ക്ക് വഴിമരുന്നിടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ KK ശൈലജ ടീച്ചർ എന്ന ജനകീയ വിപ്ലവകാരിയെ CPM ഒരു ചക്രവ്യൂഹത്തിൽ തളച്ചിട്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഒരു മോചനം സാധ്യമല്ല. മട്ടന്നൂർ എന്ന സുരക്ഷിത താവളത്തിൽ നിന്നും പേരാവൂർ എന്ന യുദ്ധകളത്തിലേക്ക് അവരെ വലിച്ചെറിയുന്നത് ടീച്ചറെ സ്നേഹിച്ചത് കൊണ്ടല്ല, മറിച്ച് അവരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനാണ്. പിണറായി വിജയന്റെ ഈ ചെസ് കളി വിജയിക്കുമോ അതോ പേരാവൂരിലെ ജനങ്ങൾ ടീച്ചറെ നെഞ്ചിലേറ്റി ഈ രാഷ്ട്രീയ ചതിക്ക് മറുപടി നൽകുമോ? ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, കേരളം കണ്ട ഏറ്റവും ജനകീയയായ ആ മന്ത്രിയെ ഇത്തരത്തിൽ അപമാനിച്ച് പടിയിറക്കുന്നത് CPMന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശൈലജ ടീച്ചറെ മാറ്റിയത് ശരിയായ തീരുമാനമാണോ അതോ ഇതൊരു ക്രൂരമായ വെട്ടിനിരത്തലാണോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.